വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാങ്ങാപ്പുട്ടിൻ്റെ റെസിപ്പി കാണാം. നമ്മൾ മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് പുട്ടുണ്ടാക്കാറുണ്ട്. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ മാങ്ങ കൊണ്ടാണിത് കുഴയ്ക്കുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ കൈ പോലും നനയ്ക്കേണ്ട. അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പുട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് തേങ്ങ വേണം, 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പഴുത്ത പുളിയില്ലാത്ത മധുരമുള്ള മാങ്ങ, ഒട്ടും തന്നെ നാരുമില്ലായിരുന്നു, നല്ല കളറും ഉണ്ട്. അപ്പം നമുക്കാകെ 3 ഇൻഗ്രീഡിയൻസ് മതി: അരിപ്പൊടിയും തേങ്ങയും മാങ്ങയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും. വെള്ളം പോലും വേണ്ട. ഞാനിതിപ്പോൾ മിക്സിയിലാണ് നനയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈവച്ച് നനയ്ക്കാനാണെങ്കിൽ പോലും നമ്മുടെ മാങ്ങയൊന്ന് മിക്സിയിൽ പൾപ്പാക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ മിക്സി യൂസ് ചെയ്യും. എങ്കിൽ പിന്നെ നമുക്ക് മിക്സിയിൽ തന്നെ ഇത് നനച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ടൊരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 3-4 കഷ്ണം മാങ്ങയും നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇതൊന്ന് പൾസായിട്ടൊന്ന് നനച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഒരുപാട് ഇട്ട് കൊടുക്കല്ല്. ഇതുപോലെ നമ്മൾ നിർത്തി വേണം മിക്സിയിലൊന്ന് ഇത് അടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കറക്റ്റ് പരുവത്തിനാണ്, അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇതല്ല, നിങ്ങളിത് അടിച്ചെടുക്കുമ്പം ഈ പരുവത്തിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒട്ടിയിരിക്കണം ആ ഒരു ഷേപ്പിൽ. എന്നാലാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളമയമുണ്ടെന്ന് പറയാൻ പറ്റുക. അതല്ല, ഒരുപാട് ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര നേരം നമ്മൾ ആവി കയറ്റിയാലും വേവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 മാംഗോ പീസസ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം. നിങ്ങളിത് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് അങ്ങ് നനവായിപ്പോയി എല്ലാം കൂടെ കൂടി കിടക്കുമെന്ന് തോന്നുവാണെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. അപ്പം കുറച്ച് നനവ് കൂടിപ്പോയാലും കുഴപ്പമില്ല, മണിമണിയായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തീരെ നനവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്റ്റീം ചെയ്താലും പുട്ട് വേവില്ല, ഇങ്ങനെ പൊടിയായിട്ട് തന്നെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ടിട്ട് നമ്മൾ മിക്സിയിൽ തന്നെ ഇതൊരു 3 ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ മിക്സിയിലിട്ടതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് മിക്സിയിലാക്കി എടുത്താൽ ഉപ്പും നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ പിടിപിടിക്കുമ്പം ഇത് ഒരുമിച്ച് തന്നെ ഇരിക്കണം, അപ്പോഴാണ് കറക്റ്റ് പരുവാവുന്നത്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ കുറച്ച് തേങ്ങയുടെ പീസസ് കുറച്ച് ചങ്ക്സ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പീസസ് അരയാതെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ചില്ലിട്ട് ആദ്യം കുറച്ച് തേങ്ങയിട്ട് പിന്നെ അരിപ്പൊടിയും ഇട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. പുട്ട് പുഴുങ്ങാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ ആവി വന്നതിന് ശേഷം വേണം നമ്മളെപ്പോഴും പുട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റിലൊക്കെ നമ്മുടെ പുട്ട് നല്ല വെന്ത് കിട്ടും. നല്ലപോലെ സ്റ്റീം വന്ന് ഒരു മിനിറ്റ് കൂടി ഇരുന്നതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മുടെ ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല, കുറച്ച് മാംഗോയുടെ പീസസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ ഈ പുട്ടിനൊരു പ്രത്യേക മണമാണ്. നമ്മൾ മാംഗോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു മണമാണ് ഈ പുട്ടിന്. ഈ പുട്ടുപൊടിയിൽ തന്നെ കുറച്ച് മാംഗോയുടെ പീസസ് ചെറുതൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ചൂടോടെ തന്നെ കഴിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.